ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 79. അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷം നല്ല രീതിയിൽ എൻജോയ് ചെയ്തൊരു എപ്പിസോഡ് തന്നെ പറയണം. കാരണം എല്ലാ എപ്പിസോഡ് കഴിയുമ്പോഴും വന്നിരുന്നു എപ്പിസോഡിനെ പറ്റി കുറ്റം പറയാമെന്നുള്ള, അല്ലെങ്കിൽ ജാസ്മിനെ പറ്റി കുറ്റം പറയാം, അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ അനീതിയെ പറ്റി പറയാം. ഇതൊക്കെയായിരുന്നു ഒരുപാട് നാളുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു എപ്പിസോഡ് കണ്ടപ്പോഴാണ് എനിക്ക് സത്യം പറയാൻ ഒരു ബിഗ് ബോസിൻ്റെ ഒരു എപ്പിസോഡ് എൻജോയ് ചെയ്തൊരു ഫീൽ കിട്ടിയത് ഇന്നത്തെ ഒരു എപ്പിസോഡ് കണ്ടപ്പോഴാണ്. അതിൽ പറയാനായിട്ട് വലിയ ടാസ്ക്കൊന്നും ഉണ്ടായില്ല. ഒരു സ്പോൺസർ ടാസ്ക്കും പിന്നെ ഒരു പ്രൊമോഷനും ഉണ്ടായിരുന്നത്. അത് രണ്ടും വെച്ചിട്ട് ഇന്നത്തെ എപ്പിസോഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അവർക്ക് ക്രിയേറ്റ് ചെയ്ത് ഇറക്കാൻ പറ്റി. അപ്പം ഇതുപോലെ ഓരോ എപ്പിസോഡും ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു സീസൺ 6 എത്ര ഭംഗിയായിട്ട് പോയേനെ. അവരെ കൊണ്ട് നശിപ്പിച്ചതെന്ന് തന്നെ പറയണം. പക്ഷേ ഇന്നത്തെ എപ്പിസോഡ് ആ ഒരു പ്രശ്നമൊക്കെ മാറ്റി നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിന്ന് കാര്യമായിട്ട് ലൈവും കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ലൈവ് എടുത്ത് നോക്കുമായിരുന്നു. ഈ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ജൂനൈസും സാഗറൊക്കെ വരുന്നതെന്ന് കാണാനായിട്ട്. അപ്പോൾ നോക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ നോക്കിയപ്പോൾ ഒരുപാട് നേരം കണ്ടില്ല. പിന്നെ ഞാൻ ലൈവ് കാണുമ്പോൾ ഇവരെല്ലാം വന്ന് പോയി. അപ്പോൾ ജാസ്മിനും സായി അങ്ങനെ കുറച്ച് പേരെല്ലാവരും കൂടി ഇരുന്നുള്ളൊരു കോൺവെർസേഷനാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അവർ കാണുമ്പോൾ ജാസ്മിൻ പറയണേ വരുന്നവർ പോണവരെല്ലാവരും ജിൻഡോനെ പറ്റി പൊക്കി പറഞ്ഞിട്ട് പോകണമെന്നുള്ള രീതിയിൽ ജാസ്മിന് വല്ലാത്ത അസൂയ. അപ്പോൾ ഞാൻ ആലോചിച്ചു ഇതെന്താണ് സംഭവിച്ചത്. അങ്ങനെ ഞാൻ എപ്പിസോഡ് കണ്ടപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായി. കാരണം ജോജു ജോസഫ് എന്നൊരു വ്യക്തി അതിൻ്റെ അകത്ത് കയറി വന്നിട്ട്, അതായത് പുള്ളിയെ ബിഗ് ബോസിന് ഇപ്പോൾ പിടിച്ചിരുത്തി അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്നൊന്നും പറയാൻ പറ്റാത്തൊരു ക്യാരക്ടറാണെന്ന് എനിക്ക് തോന്നിയത്. അതായത് പുള്ളിയുടെ ഒരുപാട് ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ കണ്ട സ്ഥിതിക്ക് എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യമാണ് പുള്ളി അങ്ങനെ ഈ ലാലേട്ടൻ ഇൻഫ്ലുവൻസ് ചെയ്യണ പോലെ അങ്ങനെ ഇൻഫ്ലുവൻസ് ആവാത്തൊരു ക്യാരക്ടറാണെന്ന് തോന്നുന്നത്. അപ്പോൾ പുള്ളി ഷോ ഒന്നും കാണാത്ത ഒരാളാണ്. അപ്പോൾ പുള്ളി അതിൻ്റെ അകത്ത് പോയിട്ട് ജിൻഡോയെ പറ്റി കുറച്ച് കാര്യങ്ങൾ, ജിൻഡോയെ പേഴ്സണലി അറിയാം, ജിൻഡോയെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ അയ്യോ പുള്ളിക്ക് ഇതിനും വലിയ ബൂസ്റ്റിങ് കിട്ടാനില്ല. കാരണം നമ്മളെല്ലാവരും ആഗ്രഹിച്ച പോലത്തെ ഒരു കാര്യമാണ്. അതായത് ജാസ്മിനും നോറക്കൊക്കെ എന്തോരം സപ്പോർട്ട് ബിഗ് ബോസും ലാലേട്ടനും എല്ലാവരും കൂടി ഇരുന്ന് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ അവിടെ എല്ലാം തകർന്നു പോയിരുന്നൊരു മനുഷ്യന് ഇന്ന് ജോജു ജോസഫ് വന്നിട്ട് പറഞ്ഞു, അതായത് അയാൾക്കുള്ളൊരു സർവൈവൽ സ്കില്ല് അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തൊരു കാര്യം. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് പുള്ളി ഇത്രയും വലിയൊരു ഫാൻ ബേസ് ക്രിയേറ്റ് ചെയ്തെടുത്തത് പുള്ളിയുടെ കഴിവാണ്. പുള്ളി അത്രയും അതിൻ്റെ അകത്ത് ആ ഒരു സ്കില്ല് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയണം. ഒന്നാന്തര പ്ലെയറാണ് അങ്ങേര്. അടിപൊളി ഗെയിമാണ് പുള്ളി ഇറക്കിയിരിക്കുന്നത്. പുള്ളി ഒരു പരിപാടിയിലോട്ട് ഇറങ്ങിയാൽ പുള്ളി പറയുന്നുണ്ട് എന്തൊരു പരിപാടിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൽ വിൻ ചെയ്തിട്ട് ഇറങ്ങണം എന്നുള്ളൊരു മൈൻഡ് പുള്ളിക്കുണ്ട്. പിന്നെ പറയാറുണ്ട് ഇപ്പോൾ ഓരോ കോമ്പറ്റീഷൻ ഇറങ്ങിക്കഴിഞ്ഞ് ഫെയിൽ ആയി കഴിഞ്ഞാൽ അടുത്ത കോമ്പറ്റീഷന് പോവാം. പക്ഷേ ബിഗ് ബോസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തോറ്റുപോയി കഴിഞ്ഞാൽ പിന്നെ ഇത് ഒരു രണ്ടാമതൊരു ചാൻസ് കിട്ടാത്തൊരു പ്ലാറ്റ്ഫോമാണ് ഈ ബിഗ് ബോസ്. അപ്പോൾ അവിടെ പുള്ളി അതിൻ്റെ ആ സ്കില്ല്, പുള്ളിയുടെ ആ ഒരു സർവൈവ് സ്കില്ല് എത്രത്തോളം പുള്ളി ഇറക്കും എന്ന് നമുക്ക് ഊഹിക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസും അതിൻ്റെ ക്രൂ എല്ലാവരും കൂടി പുള്ളി ഇത്രക്കങ്ങ് താഴ്ത്താൻ ശ്രമിക്കുന്നത്. പിന്നെ എന്ന് പറയുകയാണെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങിയത് തന്നെ ജാസ്മിനും ജിൻഡോയും തമ്മിലുള്ള കിച്ചണിലെ ഇഷ്യൂ വെച്ചിട്ടാണ്. അപ്പോൾ ജാസ്മിന് കാര്യമായിട്ട് ഇപ്പോൾ കണ്ടൻറ്റ് ഉണ്ടാക്കാനായിട്ട് ഓടി നടന്ന് കഷ്ടപ്പെടുന്ന ജാസ്മിനാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ശരിയാണ്, നല്ലതാണ്. എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റ് ഉണ്ടാക്കട്ടെ, വെറുതെ ഇരിക്കണതിന് നല്ല കണ്ടൻറ്റ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിന് നമുക്ക് കുറ്റമൊന്നും പറയണ്ട. പക്ഷേ പോയി തലവെച്ച് കൊടുത്ത ആൾ മാറിപ്പോയി. കാരണം ജിൻഡോൻ്റെ അടുത്തായിരുന്നു പോയത്. ജിൻഡോൻ്റെ അടുത്ത് നിന്ന് രാവിലെ തന്നെ നല്ല ശരിക്ക് ജാസ്മിന് കിട്ടിയിട്ടുണ്ട്. ജാസ്മിന് ഈ ബിഗ് ബോസിൻ്റെ അകത്ത് ആ ഒരു ഇഷ്യൂവിൽ ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ടായിരുന്നു. കാരണം ജിൻഡോക്കെതിരെ ആര് പോയി കഴിഞ്ഞാലും ഹൗസിലെല്ലാവരും ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ കൂടെ നിൽക്കുന്നൊരു നമ്മൾ കാണാറുണ്ടല്ലോ എപ്പോഴും. ജിൻഡോക്കെതിരെ ആരാണ് അവരുടെ കൂടെ എല്ലാവരും കൂടി പോയി അങ്ങ് നിൽക്കും. അപ്പോൾ അതേപോലെ ഇന്നും എല്ലാവരും കൂടെ നിൽക്കാൻ നോക്കിയെങ്കിലും ജിൻഡോ ഒറ്റക്ക് തൂത്ത് വാരി വിട്ടിട്ടുണ്ടായിരുന്നു ജാസ്മിൻ അവസാനം അണ്ണാക്കി പിരിവെട്ടി അവിടെ നിന്ന് ഇറങ്ങിപ്പോണ സിറ്റുവേഷൻ ഞാൻ കണ്ടത്. അടിപൊളിയായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് എപ്പിസോഡ് സത്യം പറഞ്ഞാൽ ഞാൻ എൻജോയ് ചെയ്ത് തുടങ്ങിയത്. പിന്നെ അവരുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് അവർ വന്നതും ആ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ അവർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സ്പോൺസർ ടാസ്ക് എൻ്റെ തീം ഞാൻ റിപ്പീറ്റ് അടിച്ച് കണ്ട് ചിരിച്ച് എന്താണ് അവിടെ നടക്കണമെന്ന് എനിക്കൊന്നും മനസ്സിലായി. ജിൻഡോ അതിലോട്ട് വരുന്നു, ശ്രീതു അവിടെ മാസമൊക്കെ കാണിച്ചിരിക്കുന്ന ടൈമിൽ പുള്ള അവിടെ വന്നിട്ട് എന്തൊക്കെയോ ഡയലോഗ് അടിച്ചിട്ട് അവിടെ ഇരുന്നവർ കംപ്ലീറ്റ് കിടന്നിച്ചിരിക്കുന്ന സിറ്റുവേഷനിലോട്ട് പോയത്. അവർ ജയിക്കില്ലാന്ന് എനിക്കറിയാമായിരുന്നു. കാരണം നോറൻ ജാസിമിന് അവിടെ ജഡ്ജസ് ആയിട്ടിരിക്കുന്ന ടൈമിൽ ജിൻഡോനെ അവർ കൊണ്ടൊരു അവാർഡ് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്തായാലും അവർ നല്ല രീതിയിൽ പറയും. അതാണ് ഈ ഒരു എപ്പിസോഡ് കളറാക്കാനായിട്ട് ജിൻഡോ എന്നുള്ളൊരു വ്യക്തി അല്ലാണ്ട് വേറെ ആളതിൻ്റെ അകത്തില്ല. നമുക്ക് ഇടയ്ക്ക് കാണുമ്പോൾ ഒന്ന് ചിരിക്കാനോ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ. നമ്മൾ ഈ ഒരു ഷോ കാണുന്നത് ഏറും പിടിച്ചിരുന്ന കലിപ്പിൽ അങ്ങനെ കാണാൻ വല്ല റെസ്ലിംഗ് ഒക്കെ പോയി കണ്ടാൽ പോരെ കലിപ്പിട്ട് കാണാനായിട്ട്. നമ്മൾ ഈ ഒരു ഷോ കാണുന്നത് കുറച്ച് ചിരിക്കണം, കുറച്ച് ചിന്തിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ചാണ് നമ്മളൊരു ഷോ കാണുന്നത്. നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മെസ്സേജ് കിട്ടണം അതൊക്കെ. അപ്പോൾ ഇത് ഒരുമാതിരി എന്താ പറയുക, വേറെ തറ ലെവലിൽ പോയിക്കൊണ്ടിരിക്കുന്ന എപ്പിസോഡുകളിൻ്റെ നമുക്കൊന്നും കിട്ടാനില്ല. നമുക്കൊരു ഉപയോഗമില്ല. നമ്മുടെ സമയം വേസ്റ്റ് ആകുക എന്നല്ലാണ്ട് വേറെ ഒരു ഉപകാരമില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ നമുക്കൊന്ന് ചിരിക്കാനായിട്ട്, നമ്മുടെ മനസ്സൊന്ന് കൂടാൻ വേണ്ടി ചിരിക്കാനുള്ളൊരു കണ്ടന്റ് കിട്ടണമെങ്കിൽ സ്ക്രീനിൽ ജിൻഡോ വരണം. അതിനുള്ള ഏറ്റവും വലിയ തെളിവായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. എന്തായാലും എപ്പിസോഡിനെ പറ്റി വലിച്ചു നീട്ടി പറയാൻ കാര്യങ്ങളൊന്നുമില്ല. വളരെ ചെറിയ എപ്പിസോഡായിരുന്നു. പിന്നെ നമ്മുടെ കാട്ടുതീ സിജോ ഇന്ന് ചെറുതായിട്ടൊരു കാട്ടുതീയായ ഒരു സംഭവം
അതായത് നമ്മുടെ ജാസ്മിനെ അത്യാവശ്യം നന്നായിട്ട് വലിച്ചു കീറിയ ഒരു സംഭവം ബിഗ് ബോസിൻ്റെ ടീം വളരെ ബുദ്ധിപൂർവ്വം എപ്പിസോഡിൽ നിന്നും പ്ലസ് എപ്പിസോഡിൽ നിന്നും കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അത് എന്തായാലും പിള്ളേർ കുത്തിപ്പൊക്കും എന്നുള്ളൊരു കാര്യം എനിക്ക് ഉറപ്പാണ്. അപ്പോൾ എന്തായാലും മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് പ്ലസ് എപ്പിസോഡ് എല്ലാം നല്ലതായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ എപ്പിസോഡിൽ കൂടുതൽ ഇനി വരട്ടെ, അവസാനമായില്ല. അപ്പോൾ ഇനിയെങ്കിലും കുറച്ച് എൻ്റർടൈൻമെൻറ്റ് നമുക്ക് കിട്ടട്ടെ എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി നമുക്ക് നാളത്തെ എപ്പിസോഡ് കാണാം. അതുവരെ ബൈ.